നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. അതായത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ രണ്ട് പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതായത് ഒന്ന് OnePlusന്റെ OnePlus 80യും അതോടൊപ്പം മറ്റേത് ഷവോമിയുടെ Xiaomi Mi 10T Proയുമാണ് ഈ രണ്ട് ഫോണുകൾ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് ഫോണുകളുടെ ഒരു കമ്പാരിസണും അതോടൊപ്പം ആ രണ്ട് ഫോണുകളിൽ തമ്മിൽ ഏതാണ് ഏറ്റവും മികച്ചത്, ആ പ്രൈസ് റേഞ്ചിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി, ഇത് രണ്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെൽ കൂടെ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഫോണുകളുടെ എല്ലാ മേഖലകളും, അതായത് ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ഓരോ മേഖലകൾ തിരിച്ച് ഏതാണ് ഏറ്റവും മികച്ചതെന്ന് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേയുടെ കാര്യം എടുക്കാം. നമുക്ക് ആദ്യം OnePlus 80 ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 6.55 ഇഞ്ചിന്റെ ഒരു ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ഫുൾ HD+ ആയിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് ഈ OnePlus 80 ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ 120 ഹെർട്സിന്റെ ഒരു കൂടിയ റീഫ്രഷ് റേറ്റ് പാനൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 87%. അതോടൊപ്പം ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 20:9 ഇനി നമുക്ക് ഇതിന്റെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഗ്ലാസിന്റെ ബിൽഡ് ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇനി OnePlus 80യുടെ വെയിറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 188 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വെയിറ്റ് ഫോണാണ്. ഇനി Mi 10T Proയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 6.67 ഇഞ്ചിന്റെ ഒരു ട്രൂ കളർ ഡോട്ട് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ഫുൾ HD+ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ നമുക്ക് അമോലെഡ് ലഭിക്കുന്നില്ല. പകരം നമുക്ക് ഈ ഫോണിൽ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ 144 ഹെർട്സിന്റെ വരെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഫോണിൽ അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ എന്നൊരു പുതിയ ഫീച്ചർ ലഭിക്കുന്നുണ്ട്. ആ കാരണത്താൽ തന്നെ നമ്മുടെ ഫോണിലെ നമ്മുടെ യൂസിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാരണത്താൽ നമ്മുടെ ബാറ്ററി ലൈഫ് ഈ ഫോണിൽ നല്ലപോലെ സേവ് ചെയ്യപ്പെടുന്നുമുണ്ട്. ഇനി ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 85% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. 20:9 ഈ ഫോണിന്റെ ആസ്പെക്ട് റേഷ്യോ. ഇനി നമുക്ക് ഇതിൽ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസിന്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. ഇനി ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് Gorilla Glassന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ വെയിറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 218 ഗ്രാം എന്നൊരു കൂടിയ വെയിറ്റ് ഉള്ള ഫോണാണ് ഈ Mi 10T Pro. ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് OnePlus 80യിൽ ഒരു അമോലെഡ് ഡിസ്പ്ലേ പാനൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഫോണിന് അല്പം മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും ഈ Mi 10T Proയിൽ നമുക്ക് 144 ഹെർട്സിന് ഒരു കൂടിയ റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതോടൊപ്പം നമുക്ക് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ എന്നൊരു പുതിയ ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ കാരണത്താൽ Mi 10T Proയിലെ ഡിസ്പ്ലേയും ഒട്ടും മോശം തന്നെയല്ല. ഈ രണ്ട് ഫോണുകളുടെയും പെർഫോമൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഫോണിലും ഒരേ പ്രൊസസർ തന്നെയാണ് ലഭിക്കുന്നത്. അതായത് സ്നാപ്ഡ്രാഗണിന്റെ പവർഫുൾ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 865 എന്ന 5G പ്രൊസസറാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഈ സ്നാപ്ഡ്രാഗൺ 865 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഫോണുകളിലും നല്ല പെർഫോമൻസ് ലഭിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതോടൊപ്പം നമുക്ക് ഈ രണ്ട് ഫോണുകളിലും സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 3.1 ഇനി സോഫ്റ്റ്വെയർ വേർഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് OnePlus 80യിൽ നമുക്ക് OxygenOS 11 അതുകൊണ്ട് തന്നെ ഈ OnePlus 80 എന്ന് പറയുന്നത് Android 11ൽ ആണ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. എന്നാൽ Mi 10T Proയിൽ നമുക്ക് ഇപ്പോഴും MIUI 12 ആയതുകൊണ്ട് തന്നെ ഇതിലെ സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറയുന്നത് Android 10 ആണ്. പെർഫോമൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ OnePlus 80യിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 11 വരുന്നത് കൊണ്ട് ആ ഫോണിന് സ്വല്പം മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ Mi 10T Proയിൽ ഉടൻ തന്നെ MIUI 13 വഴി Android 11 വരുന്നത് കൊണ്ട് നമുക്ക് ഈ OnePlus 80യുടെ മേൽക്കൈ അത്ര വലുതല്ല. രണ്ട് ഫോണും പെർഫോമൻസ് വൈസ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഈ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് OnePlus 80യിൽ 4500 mAh ബാറ്ററി ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് 65 വാട്ടിന്റെ ഒരു കൂടിയ ഫാസ്റ്റ് ചാർജ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ Mi 10T Proയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 4500 നിന്ന് ഒരു 500 mAh കൂടുതലായിട്ട് ഒരു 5000 mAhന്റെ ബാറ്ററി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇതിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് Mi 10T Proയിൽ 5000 mAh ഒരു കൂടിയ ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് OnePlus 80യിൽ 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉള്ളത് കൊണ്ട് അതിന്റെ ആ 500 mAh കുറവ് ആ ഫാസ്റ്റ് ചാർജർ നികത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും OnePlus 80 ആണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ OnePlus 80യിൽ
റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. അതായത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതോടൊപ്പം നമുക്കൊരു 16 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും നമുക്ക് ഈ OnePlus 8 ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ഒരു 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും ലഭിക്കുന്നുണ്ട്. ഈ 10 പ്രോയിലെ ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 108 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതോടൊപ്പം നമുക്ക് ഒരു 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുമ്പോൾ ഈ Mi 10T Pro OnePlusനെക്കാളും വളരെയധികം മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതോടൊപ്പം ഈ Mi 10T Proയിലെ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ നമ്മൾ അധികം കണ്ടുവരാത്ത ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. എന്തെന്നാൽ കൂടിയും OnePlus 8 ക്യാമറ മോശം തന്നെയല്ല, പക്ഷേ അതിനേക്കാളും മികച്ചു നിൽക്കുന്നത് Mi 10T Proയിലെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് ഈ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ രണ്ടിലും NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇതിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് രണ്ട് ഫോണുകളിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതോടൊപ്പം നമുക്ക് ഈ ഫോണുകളിൽ ഫേസ് അൺലോക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ OnePlus 8 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് Mi 10T Proയിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ലഭിക്കുന്നത്. ഇനി ഈ ഫോണുകളുടെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ OnePlus 8 രണ്ട് വേരിയന്റുകളാണ് ലഭിക്കുന്നത്. അതായത് ബേസ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 42,999 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയ 12GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 45,999 രൂപയുമാണ്. എന്നാൽ Mi 10T Proയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരൊറ്റ വേരിയന്റ് ലഭിക്കുന്നുള്ളൂ. അതായത് 8GB 128GB. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 39,999 രൂപയുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്യാമറയ്ക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് ഈ Mi 10T Pro. എന്നാൽ നിങ്ങൾ ക്യാമറയിൽ ഒരൽപ്പം വിട്ടുവീഴ്ച ചെയ്യാം. അതോടൊപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരൽപ്പം മുൻതൂക്കം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ OnePlus 8 തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ രണ്ട് ഫോണും അതത് പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനുകൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നിടം വരെ